119 സങ്കീർത്തനം 63 വചനം. നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു. ആരോടു കൂടെ കൂട്ടായ്മ ആചരിക്കണം, ആരെ കൂട്ടാളിയാക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആത്മീയരായ ആളുകൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ, കൂട്ടായ്മ ആചരിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നാം കൂട്ടാളി ആകണം. തനിച്ച് ഒരിക്കലും ഒരു ആത്മീയ ജീവിതം സാധ്യമല്ല. ക്രിസ്തീയ വളർച്ചയ്ക്ക് കൂട്ടായ്മ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ പലരും അത് അത്രമാത്രം ശ്രദ്ധിക്കാറില്ല. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു എന്ന വാക്യമൊക്കെ അവർ പറയുകയും മറ്റു വിശ്വാസികളുമായിട്ടുള്ള കൂട്ടായ്മ അതുകൊണ്ട് ഞങ്ങൾക്കത്ര ആവശ്യമില്ല എന്ന് വാദിക്കുകയും ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. വിശ്വാസികൾ തമ്മിലുള്ള കൂട്ടായ്മയെ സംബന്ധിച്ച് 1 യോഹന്നാൻ 1-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ആത്മീയരായ ഒരുപറ്റം ആളുകളുടെ സ്നേഹവലയം തീർച്ചയായും ഒരുപാട് ആത്മീക പ്രയോജനം നമുക്ക് നൽകുന്നതാണ്. ആത്മീയരായ, അതായത് ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരുമിച്ച് കൂടി സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ആത്മീക അനുഭവങ്ങൾ പങ്കിടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആത്മീക സന്തോഷവും ആത്മീക വളർച്ചയും വളരെ വലുതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് 79-ാം വാക്യത്തിൽ, 119-ാം സങ്കീർത്തനത്തിൻ്റെ 79-ാം വാക്യത്തിൽ നിന്റെ ഭക്തന്മാരും നിന്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. കർത്താവിനെ സ്നേഹിക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടുകയും അന്യോന്യം ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നെങ്കിൽ അത് അത്യുത്തമം തന്നെ. ഏതെങ്കിലും സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ചില കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ കൂട്ടായ്മകൾ, അതിനെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് വ്യക്തികൾക്കും സഭകൾക്കും ദോഷം ചെയ്യുന്ന കൂട്ടായ്മകളാണ്. അതിൽ നിന്നൊക്കെ പുറത്തു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ആത്മീക വീക്ഷണത്തിൽ നമുക്ക് കൂട്ടായ്മ ദൈവഭയമുള്ളവരും ദൈവത്തെ അനുസരിക്കുന്നവരും ആയ ആളുകളോട് കൂടെ ആയിരിക്കണം. ഇങ്ങനെ ഒരു ആത്മീക വലയം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ആത്മീക അഭിവൃദ്ധി നമുക്ക് ഉണ്ടാകും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. ഇന്ന് പലപ്പോഴും ആത്മീക അഭിവൃദ്ധി പലർക്കും ഇല്ലാത്തതിൻ്റെ കാരണം അവർ തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ അവർക്കുണ്ടെന്ന് അവർ വിചാരിക്കുന്ന ആത്മീയ സ്നേഹിതന്മാരുടെ വലയം അത് യഥാർത്ഥത്തിൽ ആത്മീയ സ്നേഹിതന്മാരുടെ വലയം അല്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മെ തിരുത്തുവാനും ശാസിക്കുവാനും പ്രബോധിപ്പിക്കുവാനും ഉത്സാഹിപ്പിക്കുവാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ആത്മീയ സഹോദരന്മാരുടെ, അതിന് നമ്മുടെ ജീവിതത്തിൽ നാം അനുവാദം കൊടുക്കുമെങ്കിൽ തീർച്ചയായും നമ്മെപ്പോലെ അനുഗ്രഹീതരായ വ്യക്തികൾ മറ്റാരും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അകലേണ്ടതിനോട് നാം അകലണം, അകലേണ്ടവരോട് അകലണം, അടുക്കേണ്ടവരോട് നാം അടുക്കണം. ആരെയൊക്കെ ചേർത്ത് നിർത്തണം, ചേർത്ത് പിടിക്കണം എന്ന് പ്രാർത്ഥിക്കണം. ആരോടൊക്കെ അകലം പാലിക്കണം എന്നുള്ളത് വിവേചിക്കണം. കാണുന്നത് എല്ലാം കൂട്ടായ്മകളല്ല, കാണുന്നവരെല്ലാം ആത്മീകരുമല്ല. ആത്മീക ഭാഷ സംസാരിക്കുന്നവരുണ്ടാകാം, ആത്മീക വേഷം ധരിക്കുന്നവരുണ്ടാകാം. അങ്ങനെ ആത്മീകരാണെന്ന് മറ്റുള്ളവരെ കാണിക്കേണ്ടതിന് ജീവിക്കുന്നവരുണ്ടാകാം. അങ്ങനെ ഒരു കൂട്ടായ്മ കൊണ്ട് പ്രയോജനം ആർക്കും ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ
ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് എത്രയോ അനുഗ്രഹമാണ്. നമുക്ക് കൂട്ടായ്മ ആരുമായിട്ടാണ് ഉള്ളത്? നമ്മുടെ ആത്മീയ സഹോദരന്മാരുടെ കാഴ്ചപ്പാടും ദർശനവും എത്രമാത്രമുണ്ട്? യഥാർത്ഥത്തിലുള്ള ആത്മീയരുമായി സഹവസിക്കുവാൻ നമുക്ക് താല്പര്യം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആ കൂട്ടായ്മ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ആത്മീക സമ്പന്നത, ദൈവവിഷയമായിട്ടുള്ള സമ്പന്നത ദൈവം നമുക്ക് നൽകും എന്നുള്ളതിന് സംശയമില്ല. ആദിമ നൂറ്റാണ്ടിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവിനോട് പ്രാർത്ഥിക്കണം, ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന വ്യക്തികളുമായിട്ട് ഒരു കൂട്ടായ്മ കർത്താവ് എനിക്ക് നൽകണമെന്ന്. കർത്താവേ, യഥാർത്ഥ കൂട്ടായ്മയിലേക്ക് ഓരോരുത്തരെയും അവിടുന്ന് നടത്തണമേ. ആത്മീയരായ വ്യക്തികളെ കൂട്ടായ്മയ്ക്കായി പലർക്കും നൽകണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.